അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ പറയുന്നത് ലൈലത്തുൽ ഖദറിനെ കുറിച്ചിട്ടാണ്. ദിവസങ്ങളുടെ കൂട്ടത്തിൽ വളരെ മഹത്വമേറിയിട്ടുള്ള ദിവസമാണ് ലൈലത്തുൽ ഖദറിൻ്റെ രാവ് എന്ന് പറയുന്നത്. ഖദർ എന്ന പദത്തിന് മഹത്വം എന്നും നിർണയം എന്നും അർത്ഥമുണ്ട്. ലൈലത്തുൽ ഖദർ 1000 മാസങ്ങളേക്കാൾ ഉത്തമമായതാണ്. ലൈലത്തുൽ ഖദർ എന്നതിന് മഹത്വത്തിൻ്റെ രാത്രിയെന്നും നിർണയത്തിൻ്റെ രാത്രിയെന്നും അർത്ഥം പറയാം. റമദാൻ മാസത്തിലാണ് ഖുർആൻ അവതരിച്ചിട്ടുള്ളതെന്ന് ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അനുഗ്രഹീതമായ ഒരു രാത്രിയിലാണ് ഖുർആൻ അവതരിപ്പിച്ചതെന്ന് ഖുർആനിൻ്റെ മറ്റൊരു ഭാഗത്തും പറയുന്നുണ്ട്. റമദാൻ മാസത്തിലെ അനുഗ്രഹീതമായ ഒരു രാത്രിയാണ് ലൈലത്തുൽ ഖദർ എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. മറ്റു ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അല്ലാഹു തആല നൽകുന്ന പ്രതിഫലത്തേക്കാൾ പുണ്യകർമ്മം ചെയ്താൽ 1000 മാസങ്ങൾ കൂടുതലായിട്ട് നമുക്ക് ചെയ്ത പ്രതിഫലം കിട്ടുന്നതാണ്. റൂഹിൻ്റെ, അതായത് ജിബ്രീൽ അലൈഹിസ്സലാമിനെയാണ് ഇവിടെ റൂഹ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ നേതൃത്വത്തിലുള്ള മലക്കുകൾ അള്ളാഹുവിൻ്റെ അനുമതിയോടെ അന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും സത്യവിശ്വാസികളുടെ പുണ്യകർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്യും. പ്രഭാതോദയം വരെയും പുണ്യവും രക്ഷയും സമാധാനവും നിറഞ്ഞ മഹിതരാത്രിയാണ് ലൈലത്തുൽ ഖദർ. റമദാൻ മാസത്തിലെ ഏത് രാത്രിയാണ് ലൈലത്തുൽ ഖദർ എന്ന കാര്യത്തെക്കുറിച്ച് വ്യത്യസ്ത റിപ്പോർട്ടുകളാണുള്ളത്. റമദാൻ മാസത്തിലെ അവസാനത്തെ 10 ഒറ്റയായ രാവുകളിലൊന്നായിരിക്കും ലൈലത്തുൽ ഖദർ എന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. സൂറത്തുൽ ഖദറിൽ തന്നെ ഇതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ഖുർആനിലെ 97ാമത്തെ സൂറത്തായിട്ടുള്ള സൂറത്തുൽ ഖദർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സൂറത്താണ്. കേവലം 5 ആയത്തുകൾ മാത്രമാണ് ആ സൂറത്തിലുള്ളത് എങ്കിലും വളരെ മഹത്വമേറിയ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അതിലുള്ള ആയത്തുകളുടെ മീനിങ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, തീർച്ചയായും നാം ഖുർആനിനെ നിർണയത്തിൻ്റെ രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, നിർണയത്തിൻ്റെ രാത്രി എന്നാൽ എന്താണെന്ന് നിനക്കറിയാമോ? ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ഷഹർ, നിർണയത്തിൻ്റെ രാത്രി 1000 മാസത്തേക്കാൾ ഉത്തമമാകുന്നു. തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇസ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ, മലക്കുകളും ആത്മാവും അവരുടെ രക്ഷിതാവിൻ്റെ എല്ലാ കാര്യത്തെ സംബന്ധിച്ചുമുള്ള ഉത്തരവുമായിട്ട് ആ രാത്രി ഇറങ്ങി വരുന്നു. ഇവിടെ വറൂഹു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമിനെയാണ്. ജിബ്രീൽ അലൈഹിസ്സലാമും അന്ന് ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുന്നതാണ്. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, രക്ഷിതാവിൻ്റെ എല്ലാ കാര്യത്തെ സംബന്ധിച്ചുമുള്ള ഉത്തരവുമായി ആ രാത്രിയിൽ അവർ ഇറങ്ങി വരുമെന്ന് പറഞ്ഞല്ലോ. അതിനുശേഷം പ്രഭാതോദയം വരെ അത് സമാധാനമത്രേ. ഇത്രയാണ് സൂറ ഖദറിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്.